ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു പുളിശ്ശേരി ആയാലോ. അപ്പോൾ വെള്ളരിക്ക ഞാൻ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ചെറിയൊരു കായും മുരിങ്ങാക്കോലും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളരിക്കയുടെ തോലൊക്കെ കളയാം കേട്ടോ. പുളിശ്ശേരി വെക്കുമ്പോൾ തോല് കളയാതെയും വെക്കാറുണ്ട് കേട്ടോ. ഞാൻ തോലൊക്കെ കളഞ്ഞിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് നമുക്ക് തോലൊക്കെ കളഞ്ഞെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇത് വെള്ളരിക്ക വലിയ കയ്പൊന്നും ഇല്ലാത്ത വെള്ളരിക്കയാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഇത് മാത്രം ഒന്ന് കളഞ്ഞെടുക്കാം. കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഒരു കായുണ്ട്, ചെറിയൊരു കായുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കഴുകിയെടുത്ത് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോലും കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കായും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ പുളിശ്ശേരിയിൽ ഇടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. കറിവേപ്പില. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ വെള്ളരിക്കയൊക്കെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചമുളക് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഒരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണേ. ഞാനത് കാന്താരിയാണ് അതിൽ തേങ്ങയുടെ കൂട്ടത്തിൽ അരക്കാന്ന് കരുതിയിട്ടാണ് ഇടാത്തത്. പച്ചമുളക് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയും പച്ചമുളക് എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പുളിശ്ശേരിയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. മോരുകറി ആകുമ്പോൾ എരിവുണ്ടെങ്കിൽ എരിവ് നന്നായി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെയുള്ളത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നല്ല നാദര തൈരാണ് കേട്ടോ. നല്ല
അടിപൊളി തൈരാണ്. ആ തൈര് കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. തൈര് നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള തൈരാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അല്പം വെള്ളം കൂടി വേണേൽ അരച്ചെടുക്കാൻ വേണ്ടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരക്കുമ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് വെക്കാം കേട്ടോ. കറി ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് ആവശ്യമെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഓവർ തിളപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോരിന് പുളി കൂടുതലാവും. അപ്പോൾ നമുക്കിനി അതിലേക്കുള്ള താളിപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിത്തീരുമ്പോഴത്തേക്കും പൊട്ടിത്തീരുന്നതിന് മുന്നേ നമുക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ഇട്ടു. വറ്റൽമുളക് ഉണ്ടെങ്കിൽ നന്നായി.
ഓൾറെഡി കാന്താരി ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ വറ്റൽമുളക് ഒഴിവാക്കിയതാണ്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.